ഹായ്. ഇന്ന് വളരെ സങ്കടമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് ഒരു നമുക്കിപ്പോ ആശയപരമായി നീരസം തോന്നുന്ന, ആശയപരമായി നമുക്ക് എതിർപ്പ് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മളുടേതായ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ പറയുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അടുത്ത കാലത്തായിട്ട് തനൂജയെ വിമർശിക്കുന്ന ഒരു ചാനൽ, അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തനൂജയെ വിമർശിക്കാൻ വേണ്ടി മാത്രമായിട്ട് ലൈവ് വരുന്നത് പോലെ തോന്നുന്നു സനു റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ചാനലാണ്. ആ സനു റിയാക്ഷൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ ലൈവുകൾ കാണാറുള്ള ഒരാളാണ്. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്. പക്ഷെ ആ പറയുന്ന രീതി ഒരു ശരിയായ രീതിയല്ല. ഇപ്പോ തനൂജ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണ്. തനൂജയെ ഞാനും വിമർശിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും തനൂജയായിട്ട് എനിക്ക് പേഴ്സണൽ റിവെഞ്ച് ഉള്ളത് കൊണ്ടല്ല. എനിക്ക് തോന്നുന്നു തനൂജയെ വിമർശിക്കുന്ന ആരും തന്നെ തനൂജയായിട്ട് പേഴ്സണൽ റിവെഞ്ച് ഉള്ള ഒരു മുന്താസ്, പിന്നെ താര, അങ്ങനെയുള്ള ഒരു 2-3 പേരെ ഒഴിവാക്കി നിർത്തിയാൽ തനൂജയെ വിമർശിക്കുന്ന ആരും തന്നെ തനൂജയുമായിട്ട് പേഴ്സണൽ റിവെഞ്ച് ഉള്ള ആൾക്കാരല്ല. പക്ഷെ തനൂജയുടെ ഒരു നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ തനൂജയുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അറിയാവുന്നത് കൊണ്ടോ, തനൂജയുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം തനൂജയെ പല ആൾക്കാരും വിമർശിക്കുന്നു. ഞാനും ഒരു 2-3 കാര്യങ്ങൾക്ക് വിമർശിച്ചിട്ടുണ്ട്. തനൂജയുടെ എനിക്ക് യാതൊരുവിധ ദേഷ്യവും ഇല്ല. പക്ഷെ തനൂജ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് തനൂജയോട് ഇഷ്ടമില്ല എന്നതുകൊണ്ട് തനൂജയുടെ മകളെ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ, ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നിർത്തി എന്താണ് വസ്ത്രാക്ഷേപം നടത്തുക എന്ന് തന്നെ പറയാം. ആ കുഞ്ഞിന്റെ ബോഡി പാർട്സിനെ എടുത്തു വെച്ച് അതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കുന്ന ആ ഒരു പ്രവണത സനു ചെയ്തത് തെറ്റാണ്. ഇപ്പൊ സനുവിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും മാത്രം മികച്ച ഒരാളായത് കൊണ്ടല്ല ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. സനു പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ പറയുന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ മക്കളെ പറഞ്ഞുകൊണ്ട് ഒരു റീച്ച് ഉണ്ടാക്കണോ സനു? കാരണം സനു ഈ കുഞ്ഞിനെ പറയുന്ന സമയം, ഈ തനൂജയുടെ മകളെ പറയുന്ന അതേ സമയം തിരിഞ്ഞു നോക്കി സനുവിന്റെ മകളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയും കൂടിയാണ് സനു. എന്നിട്ടും എങ്ങനെ സനു പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഇത്രയും മോശമായിട്ട്? നമുക്കൊക്കെ അറിയാം, ടീനേജ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ബോഡി പാർട്സിൽ വ്യത്യാസം വരികയും വളർച്ച സംഭവിക്കുകയും അവരുടെ ഹോർമോണുകൾ ചേഞ്ച് ആവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ടീനേജ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഒരു പെൺകുഞ്ഞിനെ എന്താണ് നിർദാക്ഷണ്യം ഇതുപോലെ തെരുവിൽ വലിച്ചഴച്ച് ആ കുഞ്ഞ് സനുവിനോട് എന്ത് ചെയ്ത്? ആ കുഞ്ഞിനെ ഇങ്ങനെ, അതുപോലെ തന്നെ തനൂജയുടെയും ബോഡി പാർട്സ് എടുത്തു വെച്ച് വർണ്ണിക്കുന്ന ഒരു മോശമായ ഒരു കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും കുറവുകളുണ്ട്. എല്ലാവരും അവരവരുടെ ശരീരത്തിന്റെ രീതിയിലായാലും സ്വഭാവത്തിന്റെ രീതിയിലായാലും സംസാര ശൈലിയിലായാലും ഓരോ മനുഷ്യനും കുറവുകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സനുവിനും കുറവുണ്ട്. പക്ഷെ അത് ഞാനിവിടെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ആ തനൂജയുടെ മകളെന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഇത്തരത്തിൽ എന്താണ് വൾഗറായിട്ട് ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലായിട്ട് എതിർപ്പുണ്ട്. അതിന്റെ കാരണം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ വന്ന സമയത്ത് ഞാൻ ഈ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോയി. അപ്പൊ തനൂജ എൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങളുടെ എതിരെ ഒരു കാറ് പോവുകയായിരുന്നു. അതെന്തോ വെള്ളക്കാറാണെന്ന് തോന്നുന്നേ. അപ്പൊ ഈ കാറ് പോകുമ്പോ ഈ മോൾ എൻ്റെ അടുത്ത് പറയുകയാണ്,
എൻ്റെ അപ്പായിക്ക് ഒരു കാറുണ്ട്. എൻ്റെ വീട്ടില് ഒരു കാറുണ്ടായിരുന്നു. എൻ്റെ അപ്പായിയുടെ കാറാണ്. പക്ഷെ എൻ്റെ അപ്പായി ആ ആന്റിയുടെ കൂടെ പോയി കഴിഞ്ഞപ്പോ പിന്നെ CC അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് CC-കാരെടുത്തോണ്ട് പോയി. എൻ്റെ അപ്പായി ഇനി ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് വരില്ലായിരിക്കും അല്ലേ മാമി എന്ന് ചോദിച്ചപ്പോ ശരിക്ക് പറഞ്ഞാല് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ എൻ്റെ വായ അടഞ്ഞു പോയ ഒരു സംഭവമാണ്. കാരണം അതേ പ്രായത്തിലുള്ള ഒരു മോൾ എനിക്കുണ്ട്. അപ്പൊ ആ കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എനിക്ക് തനൂജയുടെ അടുത്തുള്ള ദേഷ്യവും അതാണ്. തനൂജ എന്ന് പറയുന്നത് തനൂജയുടെ ഭർത്താവ് തനൂജയെ പറ്റിച്ച ഒരാളാണ്, വഞ്ചിച്ച ഒരാളാണ്. തനൂജയുടെ സ്നേഹത്തിനെ, തനൂജയുടെ ഭാര്യ എന്ന ആ ഒരു പദവിയെ ചതിച്ച ഒരാളാണ്. വഞ്ചന നമ്മൾ നേരിടുക എന്നുള്ളത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ വഞ്ചന നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തനൂജ ഒരു ഭാഗ്യമുള്ള സ്ത്രീയാണ്. തനൂജയുടെ ഭർത്താവ് തനൂജയെ വഞ്ചിക്കുകയാണ് എന്ന് തനൂജയ്ക്ക് മനസ്സിലായി. പോരാത്തതിന് അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടങ്ങളൊന്നും സഹിക്കാതെ അയാൾ ആ സ്ത്രീയോടൊപ്പം പോയി തനൂജ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇത് തനൂജയ്ക്ക് മനസ്സിലാവുന്നില്ല. തനൂജ എപ്പോഴോ ആ ആളിനെ സ്നേഹിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പിന്നാലെ പോകുമ്പോ തനൂജയെ വേണ്ട എന്ന് പറയുന്ന ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് തനൂജ പിന്നാലെ പോകുന്നത്. അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടാണ് തനൂജയെ ഞങ്ങൾ വിമർശിക്കുന്നത്. ഇനി ഈ കുഞ്ഞിനെ അതുപോലെ നമ്മൾ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഒന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നും താൻ ചതിക്കപ്പെടുകയാണ് എന്ന് പോലും മനസ്സിലാകാതെ ജീവിക്കുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. തന്നെ വഞ്ചിക്കുന്ന ഭർത്താവിന് അയാൾക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത്, അയാളുടെ ഡ്രസ്സ് കഴുകി കൊടുത്ത്, അയാളുടെ അമ്മയും അച്ഛനെയും സംരക്ഷിച്ച്, അയാളുടെ വീട് സംരക്ഷിച്ച്, ഒരു ശമ്പളമില്ലാത്ത ജോലിക്കാരിയെ പോലെ തന്റെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ച് തന്റെ ആഗ്രഹങ്ങൾ അടക്കി അയാളുടെ ഭാര്യ പദവി അലങ്കരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അതുപോലെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സുഖമായി ജീവിക്കണമെന്ന ഒരാഗ്രഹം കൊണ്ട് തന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരെ ചതിക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ എന്നെ എന്റെ ഭർത്താവ് വഞ്ചിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും ആ ഒരു ജീവിതത്തിന്റെ അകത്ത് നിന്ന് സ്വതന്ത്രയാക്കപ്പെടുകയും ചെയ്ത ഒരാളാണ് തനൂജ. തനൂജ ഒരു ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയും. ഇനി സനു ഈ തനൂജയുടെ മകളെ കമ്പയർ ചെയ്ത ഒരു നടിയുണ്ട്, സിൽക്ക് സ്മിത. എനിക്ക് ശരിക്കും അത് കേട്ടപ്പോ ഈ സിൽക്ക് സ്മിതയും തനൂജയുടെ മകളും ദേവൂട്ടിയും തമ്മിൽ ഭയങ്കര സാമ്യം എനിക്ക് ഫീൽ ചെയ്തു. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും സ്നേഹത്തിന് വേണ്ടി യാചിച്ചവരാണ്, സ്നേഹത്തിന് വേണ്ടി അലഞ്ഞവരാണ്. എവിടെയാണ്? രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്നും സ്നേഹത്തിന് വേണ്ടി അലഞ്ഞ് പരാജയപ്പെട്ടു പോയ രണ്ടുപേരാണല്ലോ ഇവര് എന്ന് ആലോചിച്ചപ്പോ എനിക്ക് അതിശയവും തോന്നി. അറിയാതെ ആണെങ്കിലും സനു കമ്പയർ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടാണ്. അതായത് തനൂജയുടെ മകളെന്ന് പറയുന്നത് തന്റെ അച്ഛന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരാളാണ്. യാചിച്ച് നമ്മുടെ മുമ്പിൽ ഒരു തെരുവോരത്ത് അപ്പായി എന്ന് വിളിച്ച് കരഞ്ഞു നിന്ന ആ കുഞ്ഞു കുട്ടിയുടെ മുഖം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ആ കുഞ്ഞിന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോയ ജിനുവിനെയും നമുക്ക് ആർക്കും മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷെ അയാളുടെ ജീവിതം തിരക്കി പോയി. അയാളുടെ പിന്നാലെ തനൂജ പോകുന്നത് ശരിയല്ല. ഇനി ഉപേക്ഷിച്ചു പോയ ഭർത്താവിന്റെ മുമ്പിൽ ആ കുഞ്ഞിനെ ഏറ്റവും നന്നായിട്ട് ജീവിച്ച് വളർത്തി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തനൂജ ചെയ്യേണ്ട ഒരു കാര്യം. അത് തനൂജ ചെയ്യുന്നില്ല. ഓക്കെ, പോട്ടെ. അപ്പൊ തനൂജയുടെ മകളെന്ന് പറയുന്നത് സ്നേഹത്തിന് യാചിച്ച് നിൽക്കുന്ന ഒരാളാണ് തന്റെ ഇഷ്ടപ്പെട്ട അച്ഛനിൽ നിന്ന്. അതുപോലെ സിൽക്ക് സ്മിത എന്ന് പറയുന്നത് ഏറ്റവും ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന് വളരെ ഹൈ ലെവലിലായി അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം അവരുടെ കഴിവ് കൊണ്ട്
അവരുടെ കഴിവ് കൊണ്ട് ഏറ്റവും റീച്ചിൽ നിൽക്കുന്ന സമയത്ത് ഭാര്യയും മക്കളുമുള്ള ഒരു ആള് ഈ സ്ത്രീയെ പ്രലോഭിപ്പിച്ച് അവരുടെ അയാളുടെ ഇഷ്ടത്തിന് ഇംഗിതത്തിന് വഴക്കി അവരുടെ മനസ്സിന് ഒരു വാല്യൂം കൊടുക്കാതെ, ആ സ്ത്രീക്ക് ആ ഒരു സ്ത്രീ ആണെന്നുള്ള ഒരു വാല്യൂ കൊടുക്കാതെ, അവരുടെ മനസ്സിനൊരു വാല്യൂ കൊടുക്കാതെ, അവരുടെ ആഗ്രഹങ്ങൾക്കൊരു വാല്യൂ കൊടുക്കാതെ, ഏറ്റവും ഒരു പുഴുവിനോട് കാണിക്കുന്ന ദയ പോലും കാണിക്കാതെ ഇരിക്കുകയും അതിന്റെ പേരിൽ താൻ ആഗ്രഹിച്ച, പക്ഷെ സിൽക്ക് ചെയ്തതും തെറ്റാണ്. ഒരു ഭാര്യയുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും ചിലപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ തന്റെ സർവവും ആ സ്നേഹത്തിന് വേണ്ടി ത്യജിച്ച് പരാജയപ്പെട്ട് ആത്മഹത്യക്ക് കീഴടങ്ങിയ ഒരു നടിയാണ് സിൽക്ക് സ്മിത. അവരഭിനയിച്ച സിനിമയുടെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ സിൽക്ക് സ്മിത ഒരു ഗ്ലാമറസ് നടിയായതുകൊണ്ടായിരിക്കാം, സനു അതിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞ് ഏഴുമല പൂഞ്ചോല അഭിനയിച്ചത് കൊണ്ടായിരിക്കാം, ആ പാട്ട് അഭിനയിച്ചത് കൊണ്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവര് രണ്ടുപേരും തമ്മില് സ്നേഹത്തിന് യാചിച്ചു നിന്ന ഒരു സാമ്യമുണ്ട് സനു. ഇനി ഇങ്ങനെ ചെയ്യരുത്. ഇപ്പൊ സനുവിനും അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞ് സനുവിനെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തനൂജയും സനുവിനെ പേഴ്സണലായിട്ട് ഒരു റിവെഞ്ച് തോന്നാനും വേണ്ടിയിട്ട് സനുവിനെയും തനൂജ ഒന്നും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ തനൂജ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്ക് എതിർപ്പ് തോന്നും. അത് എതിർക്കുന്ന രീതിക്കൊരു മാന്യത വേണ്ടേ? നമ്മൾ ഒരു പൊതു മീഡിയയിൽ നിന്നിട്ടല്ലേ സംസാരിക്കുന്നത്. വീട്ടിന്റെ വടക്കേപ്പുറത്ത് നിന്ന് അയൽക്കാരുമായിട്ട് അടികൂടുന്നതല്ലല്ലോ. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനൊരു മാന്യത വേണ്ടേ സനു? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കുഞ്ഞിനെ പറയരുത്. ഇന്ന് നീ അവളുടെ കുഞ്ഞിനെ പറയുമ്പോൾ നാളെ നിന്റെ കുഞ്ഞിനെ പറയാൻ വേറെ ആരെങ്കിലും വരും. കാരണം നീ നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. അതുകൊണ്ട് മറ്റാരെങ്കിലും അനുകരിച്ചിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇനി റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു 12-13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് ഇടല്ലേ. നിനക്ക് റിവെഞ്ച് ഉണ്ടെങ്കിൽ നീ തനൂജയായിട്ട് തീർത്തോ, തനൂജനെ നീ പറഞ്ഞോ. പിന്നെ ഈ ബോഡി പാർട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിമർശനം, അത് ശരിയല്ല. പലർക്കും പല രീതിയിലുള്ള പല ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടും പലർക്കും ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകാം. അത് എടുത്തു പറയുന്നവരുടെ മനസ്സിന് വൈകല്യമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് കേൾക്കുന്ന ആൾക്കാർക്കുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് സനു റിയാക്ഷൻ എന്ന ചാനലിന്റെ ഉടമ. ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അത്രയേ ഉള്ളൂ.